ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ്. ഇന്ന് ഞങ്ങളൊന്ന് ദുബായ് അജ്മാനായിട്ട് ഒന്ന് പോവുകയാണ്. അപ്പം ആ ഒരു വ്ലോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. ഞാനും അഖിൽച്ചേനും അല്ലിക്കുട്ടിയും അപ്പും കൂടെയാണ് പോകുന്നത്. അപ്പുവിൻ്റെ അനിയനാണേ നമ്മൾ പോകുന്നത്. നമ്മൾ ബേബിയുടെ അടുത്തല്ലടാ പോകുന്നത്. നമ്മൾ ലിതിമാമനെ കാണാൻ പോവാം. അപ്പം നമ്മൾ പോകാനിറങ്ങി. അപ്പം ഞങ്ങൾ എവിടെ പോകാമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞില്ലല്ലോ. ആദ്യമേ അനിയനെ കൊണ്ടുവരണം ദുബായിൽ, പിന്നെ ഷാർജയിൽ ചേച്ചിയുടെയും ചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ലിതിൻ ചേട്ടൻ അഖിൽച്ചേൻ്റെ അളിയനാണ്. ലിതിൻ ചേട്ടനെ ഒന്ന് പോയി കാണണം. ചേട്ടൻ നാട്ടിൽ നിന്ന് വന്നിട്ട് പോയി കണ്ടില്ലായിരുന്നു, അപ്പോൾ ഒന്ന് പോയി കാണണം. പിന്നെ അജ്മാനിൽ അഖിൽച്ചേട്ടൻ മുമ്പ് ആക്കിയിരുന്ന കമ്പനിയുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റും പിന്നെ ഫാമിലി ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയാൽ എല്ലാ ഫ്രണ്ട്സിനും ഒരുമിച്ച് കാണാമല്ലോ. മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനി റാസൽ കൈമയിലായിരുന്നു അഖിൽച്ചേട്ടൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ വരെയുള്ള പോക്കൊന്ന് ഒഴിവാകുകയും ചെയ്യും. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. പിന്നെ അഖിൽച്ചേട്ടൻ്റെ കൊളീഗിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുണ്ടായിരുന്നു റോണി ചേട്ടന്. അപ്പം കുഞ്ഞിനെ പോയി കാണാൻ പറ്റിയില്ല കേട്ടോ എനിക്ക്. അപ്പോൾ അവിടെ പോയാൽ ഇതെല്ലാം സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അജ്മാൻ വരെ പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പം പോകുന്ന വഴിക്ക് അല്ലിക്കുട്ടി ആദ്യമേ ഒന്ന് കളിച്ചു. പിന്നെ ഡോർ ലോക്ക് ചെയ്യാതിരുന്ന സമയം നോക്കി അവൾ ഡോർ തുറന്നു കേട്ടോ. ഭാഗ്യത്തിന് ഞാൻ ഡോർ ചാരി ഇരിക്കാത്തതുകൊണ്ട് റോഡിൽ വീഴാതെ രക്ഷപ്പെട്ടു. പിന്നെ അല്ലിക്കുട്ടി ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് മയങ്ങി. അപ്പോഴേക്കും അനിയൻ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിരുന്നു കേട്ടോ. മാമ ഇറങ്ങിയപ്പോഴേക്കും അല്ലിക്കുട്ടി ഇവിടെ കരച്ചിലും നിലവിലും തുടങ്ങിയിരുന്നു. പിന്നെ ഒരു വിധത്തിലാണ് ഞങ്ങളൊന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തത്. അതുവരെ ഭയങ്കര നിലവിലും കരച്ചിലുമായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഡബോന്നൊരു സൗണ്ട് കേട്ടു. ശരിക്കും ഞങ്ങൾ പേടിച്ചു കേട്ടു. ഞങ്ങൾ വിചാരിച്ച് തീയാമെന്ന്. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്. പുറകിൽ നിന്ന് ഒരു വണ്ടി ഒറ്റയിടി. ആ ഇടിയുടെ ആഘാതത്തിൽ അല്ലിക്കുട്ടി എൻ്റെ കയ്യിലിരിക്കായിരുന്നു. എൻ്റെ ചുണ്ട് പോയി, അവളുടെ വായ പോയി, അവളുടെ തലയിൽ ഇടിച്ചു. അപ്പം ചുണ്ട് മുറിഞ്ഞപ്പോഴേക്കും ചുണ്ടിൽ രക്തയോട്ടം കൂടുതലാണല്ലോ, ബ്ലഡ് സപ്ലൈ കൂടുതലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറച്ചധികം ചോര വന്നു. ആ ചോര വന്ന് കണ്ടപ്പോഴേക്കും ഞങ്ങളാകെ പേടിച്ചു പോയിട്ടോ. അപ്പോഴേക്കും പിന്നെ അഖിൽച്ചേട്ടനാണെങ്കിൽ ആ ഇടിച്ച ആളോട് പറഞ്ഞു പോലീസിനെ ആംബുലൻസിനൊക്കെ വിളിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞു ആംബുലൻസ് വേണ്ട, അത്രയ്ക്ക് വലിയ മുറിവൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ചുണ്ട് മുറിഞ്ഞതേ ഉള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് പോലീസും ഫസ്റ്റ് എയ്ഡിൻ്റെ സംഭവമൊക്കെ വന്നു. അവരെനിക്ക് ഐസ് പാക്കറ്റൊക്കെ തന്ന് വെക്കാൻ. അവർ പറഞ്ഞു കുഞ്ഞു മുറിവാണ്, ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് കിട്ടും, അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ മറ്റേ ആൾക്ക് ഇടിച്ച ആൾക്ക് ഫൈനൊക്കെ കിട്ടിയിട്ടോ. കുഞ്ഞ് പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, അമ്മയ്ക്കൊന്നുമില്ല കേട്ടോ, അമ്മയ്ക്കൊന്നുമില്ലടാ. അതുകൊണ്ട് പോലീസ് അങ്കിൾ അമ്മയ്ക്ക് ഐസ് തന്നെ വെക്കാൻ, അവിടെ വെക്കാന് ഐസ് തന്നു. ടിഷ്യൂ എടുക്കണം, അമ്മയ്ക്ക് വെക്കണം കണ്ണോ, അമ്മയ്ക്ക് തുടയ്ക്കണം. ടിഷ്യൂടോ ടിഷ്യൂ അമ്മയ്ക്ക് കുഞ്ഞു മുട്ടായി കഴിച്ചോട്ടോ. ചോരയൊക്കെ പേടിച്ചു പോയി. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് നേരം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചധികം കഴിഞ്ഞിട്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്. പിന്നെ ഞങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി ഹോസ്റ്റലിൽ. അപ്പം ചേച്ചിയും ചേട്ടനും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ തന്നിട്ട് മരുന്ന് ഞാൻ കാണിച്ചു തരാമേ. മരുന്നൊക്കെ കിട്ടി. ഇപ്പം ഞാൻ ഓക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല തലവേദനയുണ്ട്. യാത്രയിൽ പൊതുവെ എനിക്ക് തലവേദനയുണ്ട്. പിന്നെ ആ ഇടിയുടെ ഒരു ആഘാതത്തിൽ അതിൻ്റെ വേദന ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഇപ്പം 3 മണിയൊന്നും ആയി സമയം. അപ്പോൾ അച്ഛനാണെങ്കിൽ അല്ലിക്കുട്ടിയും കൂടെ ഒരു ജ്യൂസ് വാങ്ങിക്കാൻ പോയതാ. ആൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. അവൾ രാവിലെ കഴിച്ചതൊന്നും കഴിച്ചില്ല. അവൾ ജ്യൂസ് വാങ്ങിക്കാൻ പോയി. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ കഴിക്കാനായിരുന്നു. അപ്പോൾ ഓക്കെയാണ്. ഇങ്ങനെ കാണാൻ വലിയ കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി ഉള്ളൂ. അത് ഈ ചുണ്ടായതുകൊണ്ടാണേ, കരിയാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അന്നേരം ശരിക്കും പേടിച്ചു പോയിട്ടോ. ഒത്തിരി ചോര പോയി, കയ്യിലൊക്കെ ചോരയായി. ഞാനാകെ പേടിച്ചു. ഭയങ്കര സൗണ്ടായിരുന്നു. ആകെ പേടിച്ചു പോയി. അച്ഛനും പേടിച്ചു പോയി. അല്ലിയാണെങ്കിൽ എൻ്റെ ഈ ചോരയെല്ലാം ഇങ്ങനെ കണ്ടിട്ട് അല്ലിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അല്ലിക്കുട്ടി എൻ്റെ അടുത്തോട്ട് വരുന്നില്ലായിരുന്നു, അവളും കരച്ചിലായിരുന്നു. എനിക്കും ആകെ വിഷമിച്ചു പോയി. പക്ഷെ ആ ചോര ഒത്തിരി പോയതുകൊണ്ട് അത്രയും ടെൻഷനായത്. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം ഈ ഒരു ചോര അത് മുകളിൽ നിന്ന് പറ്റുന്ന കേട്ടോ, അല്ലാതെ ഓക്കെയാണ്. അങ്ങനെ അയ്യോ തലവേദന എടുക്കുന്നുണ്ട് നല്ലതായിട്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ സംഭവം
എത്ര ശ്രദ്ധിച്ചാലും ആരെങ്കിലുമൊക്കെ വന്ന് പുറകെ കൊണ്ടിരിക്കും കേട്ടോ. അതെപ്പോഴും അങ്ങനെ, നമ്മൾ എത്ര ശ്രദ്ധിച്ചോടിച്ചാലും ആരെങ്കിലുമൊക്കെ വരും നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടിരിക്കാനായിട്ട്. മുമ്പ് ഇതുപോലെ റാസൽ കൈമേലായിരുന്നപ്പം ഞങ്ങളിങ്ങനെ പോവാ ട്രാഫിക്കിൽ ഒരുത്തൻ കൊണ്ട് ബാക്കിലിട്ടിടിച്ചു. പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടുപേരും ബാക്കിലായിരുന്നു, ആൾച്ചേട്ടൻ ഫ്രണ്ടിൽ. എപ്പോഴും ഞങ്ങളിപ്പോൾ ബാക്കിലാണല്ലോ, ഇവിടെ അങ്ങനെ കുഞ്ഞിനെ കൂടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അന്ന് കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങളിങ്ങനെ ട്രാഫിക് ആയിരുന്നല്ലോ, അപ്പോൾ ആൾച്ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു ഫ്രണ്ടിൽ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാഫിക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ട്രാഫിക്കിൽ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തവണ ഭയങ്കര സൗണ്ട്, ഞാൻ ആകെ പേടിച്ചു പോയി കേട്ടോ. ഞാനെങ്കിൽ അല്ലിക്ക് വേണ്ടി ക്യാഷിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കും കൊടുത്തിട്ട് ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം അതിന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഭയങ്കര സൗണ്ടും എൻ്റെ ഇവിടത്ത് വന്ന് അല്ലിയുടെ തലയിലോട്ട് ഇടിച്ചതും പിന്നെ എന്തോ ഭയങ്കര ചോര എഴുതും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെന്ന് ദൈവമേന്ന് വിളിച്ചു, ഞാൻ ദൈവമേ തീർന്നെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇത്രയും പറ്റിയുള്ളല്ലോ, അതുകൊണ്ട് സമാധാനം. ദൈവത്തോട് നന്ദി പറയുന്നു, ഇത്രയും പറ്റിയുള്ളല്ലോ. വേറെ വല്ല ആയിരുന്നെങ്കിലും കുഞ്ഞിനൊന്നും പറ്റിയില്ല, അല്ലിക്കുട്ടിനൊന്നും പറ്റിയില്ല. അതായിരുന്നുണ്ട് പെട്ടെന്ന് ചോരയും കണ്ട് കിട്ടുന്ന, അയ്യോ അല്ലിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നായിരുന്നു എനിക്ക് അങ്ങ് ടെൻഷൻ. അവൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊരു സമാധാനം. പിന്നെ എൻ്റെ ചോര അത് പിന്നെ എനിക്ക് കുഴപ്പമില്ല, അതങ്ങ് മാറുമല്ലോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. എന്നെ ചുണ്ട് ആയതുകൊണ്ടായിരിക്കാം, ഞാൻ ഒരു ഉച്ച സമയം ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്ര ചോരയൊക്കെ വന്നത്. അവളെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. പൊതുവെ യാത്രയിൽ എനിക്ക് നല്ല തലവേദന എടുക്കാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഓക്കെ ആണല്ലേ, കണ്ടിട്ട് കുഴപ്പമില്ല അല്ലേ. അങ്ങനെ അപ്പം ഇനി ജ്യൂസൊക്കെ കുടിക്കട്ടെ, എന്നിട്ട് ചേച്ചിയുടെയൊക്കെ വീട്ടിൽ പോയി വല്ലതൊക്കെ കഴിക്കട്ടെ, നന്നായിട്ട് വിശക്കുന്നു. ചേച്ചിയും ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പം ചേച്ചിയും ചേട്ടനും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ട് വീട്ടിലോട്ട് പോയി. ഞങ്ങൾ നല്ല ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ കരുതി, നന്നായിട്ട് വിശക്കുന്നു. അവിടെ ചെന്നിട്ട് വല്ലതും കഴിക്കാൻ കരുതി. അപ്പം അങ്ങനെ അപ്പോൾ ആൾച്ചേട്ടനൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചപ്പോഴാണ് കുറച്ചൊരാശ്വാസമായത്, വിശപ്പൊന്ന് കുറച്ചടങ്ങി. പിന്നെ ഞങ്ങളങ്ങനെ ചേട്ടൻ്റെ വീട്ടിലെത്തി. അവിടെ ചേച്ചി ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചപ്പോഴേക്കും വിശപ്പൊന്ന് അടങ്ങി. പിന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ കുറച്ച് ചോരയൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അതാണ് ആ ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ കാണുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അജ്മാനിൽ പോകാനിറങ്ങി, ആൾച്ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കാണാനൊക്കെ. അവിടെ എത്തി ആൾച്ചേട്ടൻ പിന്നെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് എല്ലാവരോടും സംസാരവും ഒക്കെ ആയിരുന്നു. അല്ലിക്കുട്ടിയാണെങ്കിൽ ഒരു ഓപ്പൺ പ്ലേസ് കിട്ടിയതല്ലേ, അവൾക്ക് ഓടി നടക്കാൻ പിന്നെ എന്ത് വേണം, അവൾക്ക് സന്തോഷമായി. അവൾ പിന്നെ ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ, അവിടെ കിടന്ന് ഓടടാ ആ ഓട്ടമായിരുന്നു. പിന്നെ ആൾച്ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ മോളും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കിടന്ന് ഭയങ്കര കളിയും ഓട്ടവും ഒന്നും പറയണ്ട അവളുടെ കാര്യം. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാമെന്ന് കരുതി. അവിടെ ചെന്നപ്പം ഫുഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നേ. ആൾച്ചേട്ടൻ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ഞാൻ അല്ലിക്കുട്ടിയെ നോക്കുക. ആൾച്ചേട്ടൻ പിന്നെ കുറച്ച് നേരം അവിടെ പോയിരുന്ന പ്രോഗ്രാം കാണാൻ. എന്നിട്ട് ഞാൻ അവിടെ പോയിരുന്ന് കുറച്ച് നേരം ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടിട്ടോ. അല്ലിക്കുട്ടിയാണെങ്കിൽ ഇരിക്കാൻ പിന്നെ സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനവിടെ നിന്നപ്പം ആൾച്ചേട്ടൻ്റെ കൊളീഗിൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, 4-5 മാസമാണ് കുഞ്ഞിന് പ്രായം. അപ്പം അതിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ അല്ലിക്കുട്ടിക്ക് ഞാൻ വാവയെ എടുക്കണം. എന്നിട്ട് ഞാൻ വാവയെ എടുത്തപ്പോൾ ഉടനെ വാവയെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാവയെ താത്തി വെച്ചപ്പോൾ പിന്നെ കരയാൻ തുടങ്ങി. അവൾക്ക് പിന്നെ ഭയങ്കര കരച്ചില്ല അല്ലിക്കുട്ടി. വാവയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്, അവൾക്ക് വാവ വേണം, വാവയെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചില്ല കേട്ടോ. താഴെ കിടന്ന് ഉരുണ്ടും പെരണ്ടും ഒക്കെ കരയുക. എടുക്കാൻ നോക്കിയിട്ട് കയ്യിലിരിക്കുന്നില്ല, നുഴഞ്ഞിറങ്ങി താഴെ കിടന്ന് കരയുവാണ് അല്ലിക്കുട്ടി കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. എനിക്കാകെ ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവസാനം ഞാൻ അവളെ ഇങ്ങോട്ട് എടുത്തിട്ടങ്ങ് ഇറുക്കി പിടിച്ചിട്ട് അവളെ ഇറങ്ങാനുള്ള പരമാവധി അവൾ ശ്രമിച്ചെങ്കിലും ഞാൻ ഇറക്കിയില്ല. എന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടം കൊടുത്തിട്ട് കാറിൻ്റെ അടുത്തോട്ട്, അയച്ചേട്ടൻ വരുന്നുണ്ടോ ഇല്ല ഒന്നും ഞാൻ നോക്കിയില്ല, കാറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ പിന്നെ നിന്നത്. അയച്ചേട്ടൻ അപ്പോഴേക്കും വന്നായിരുന്നു. എന്നിട്ട് ഞാൻ അയച്ചേട്ടാ നമുക്ക് ഫുഡ് ഒന്നും കഴിക്കട്ടെ നമുക്കങ്ങ് പോവാം, എന്ത് ചെയ്യാന്ന് അറിയാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം ആരോടും യാത്ര പറഞ്ഞില്ല കേട്ടോ. ആരോടും യാത്ര പറയാതെ ഞങ്ങൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ചെടുത്തു. അയ്യോ ഒന്നും പറയണം അല്ലിക്കുട്ടിയുടെ കാര്യം. പിന്നെ കുറേ നേരം ആ കരച്ചിലുണ്ടായിരുന്നു കാറിലിരുന്നിട്ട്, ബേബിയെ വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് കരച്ചിലൊന്ന് അടക്കിയത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലിതിൻ ചേട്ടനെ കാണാൻ പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു പുറത്തുനിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിതിൻ ചേട്ടൻ താമസിക്കുന്നിടത്ത് പോയി. അവിടെ ചെന്നിട്ട് ലിതിൻ ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ 2-3 ഐറ്റംസ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ചേച്ചിയുടെ ചേട്ടൻ്റെ അടുത്ത് പോയി. കരിച്ചട്ടിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ ചേച്ചിയുടെ ചേട്ടൻ്റെ അടുത്തെത്തി. അപ്പം അയച്ചേൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ലിതിൻ ചേട്ടനെയും കണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം 11 കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ എത്തി. ഡ്രസ്സൊക്കെ ഒന്ന് മാറി
പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ എന്തോ പോകാൻ തോന്നിയില്ല. കുറേ ട്രാവൽ ചെയ്ത് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ച് നല്ല തലവേദനയൊക്കെ ഉണ്ട്. അവിടെ ഇടിയുടെ ആഘാതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടൊക്കെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. 7 മണിക്കാകുമ്പോൾ പോകണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അറിയില്ല, എന്തായാലും പോകാം. അപ്പം ഇനി ഉറങ്ങട്ടെ. അല്ലിക്കുട്ടി അവിടെ എല്ലാവരുടെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അതിൽ ഉറക്കം വന്നിരിക്കുകയായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പം ഇനി നാളെ രാവിലെ കാണാം. സോറി ഗൈസ്, നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് സാറ്റർഡേയിലെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ കരുതിയത് ഫുൾ ചേച്ചിയുടെ വീട്ടിൽ വന്ന് പോകുന്നത് ഒരു വ്ളോഗായിട്ട് ഇടാമെന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ ലെങ്ത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ സാറ്റർഡേയിലെ മാത്രം ഒരു വ്ളോഗായിട്ട് ഇട്ടിട്ട് ഇവിടുന്ന് പോകുന്നതും ഇന്നത്തെ കാര്യങ്ങൾ വേറൊരു വ്ളോഗായിട്ട് ഇടാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോഴാണിങ്ങനെ വീഡിയോയുടെ ലെങ്ത് നോക്കിയപ്പം ഇച്ചിരി ലോങ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അത്രയേ ഉള്ളൂ.